നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വാഗതം കൂടി ആശംസിക്കുന്നു. ഈ പുണ്യനാളിൽ നിങ്ങളുമായി സംവദിക്കുവാൻ ഒരു അവസരം വെച്ച് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായി കാണുന്നു. നമ്മൾ ഈ പരിപാടി ആരംഭിക്കുമ്പോൾ ഒരു പ്രഭാഷകനെ വേണമെന്ന് പറയുമ്പോൾ സദക്കത്തോടെ തന്നെയാണ് അറേഞ്ച് ചെയ്തത്. പക്ഷെ പ്രഭാഷകനെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് തികച്ചും മതപരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിയിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ടായിരുന്നു സത്യത്തിൽ. പക്ഷെ അതൊക്കെ നമ്മളൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സരസമായി വളരെ ചെറിയ സമയം കൊണ്ട് സത്യത്തിൽ നമ്മളെ എപ്പോഴും അദ്ദേഹത്തെ ഇടയ്ക്ക് നമുക്കൊരു ക്ലാസ് എടുക്കാൻ കിട്ടണമെന്ന് പറയുന്ന രീതിയിൽ ഒരു ട്രെയിനറുടെ ശരിക്കും ട്രെയിനർ തന്നെയാണ് അദ്ദേഹം, ലൈഫ് സ്റ്റൈൽ ഒരു ട്രെയിനർ കൂടിയാണെന്നുള്ളത് അദ്ദേഹം തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ലാസ് തന്നത്. വളരെ അത് കേട്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി. ഒരു നല്ല കൈയടി അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് നമുക്ക് ഇനിയും നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളും സന്ദർഭങ്ങളുണ്ട്. നേരത്തെ നമ്മുടെ പ്രഭാഷണം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ഉള്ളായിട്ട് ചെയ്യുന്ന ആളുകളല്ല. നമ്മൾ എല്ലാ കാര്യവും നമുക്ക് ആർക്കും ഒന്നും നമുക്കൊരു പുണ്യകർമ്മം ചെയ്യാൻ കഴിയില്ല. നമുക്ക് കൃത്യമായിട്ട് ഒന്ന് ക്യാരക്ടർ ബിൽഡിങ് അതിനെ ഒന്ന് മൗൾഡ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ശില്പിയുടെ കയ്യിൽ ഒരു മരത്തിൻ്റെ തടി കൊടുത്താൽ അയാൾ മനോഹരമായിട്ടുള്ളൊരു ശില്പം ഉണ്ടാക്കി ഇങ്ങോട്ട് തരും. അപ്പോൾ നമ്മൾ ഈ ശില്പം എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞ ശില്പം ഓൾറെഡി അതിലുണ്ട്. ശില്പമല്ലാത്തതിനൊക്കെ കൊത്തി മാറ്റിയപ്പോൾ ശില്പമായി. ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ജനിച്ച സമയത്ത് ദേഷ്യമില്ല, കോപമില്ല, അതേപോലെ തന്നെ ആരോടും വാശിയില്ല, വൈരാഗ്യമില്ല, അതേപോലെ തന്നെ അസൂയയില്ല, പൊങ്ങച്ചമില്ല, അതൊന്നുമില്ല. രണ്ട് കുട്ടികൾ തമ്മിൽ നിങ്ങൾ എടുത്തു നോക്കുക, അവർക്ക് അടികൂടും. അത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു. കാരണം അവരുടെ ഉള്ളിൽ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് പറയുന്ന സാധനമൊന്നും അവർക്കില്ല. ഏതെങ്കിലും സ്ഥാപിത താല്പര്യങ്ങളോ ഒന്നുമില്ല. ആ അർത്ഥത്തിലായിരുന്നു ഞാനും നിങ്ങളൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ എങ്ങനെ ആയതെന്ന് വെച്ചാൽ വേറെ കുറേ സാധനം അങ്ങോട്ട് കയറി അതിനെ മുഴുവൻ കൊത്തിച്ചെത്തി ഒതുക്കി മാറ്റിയെടുത്തിട്ട് യഥാർത്ഥത്തിലുള്ള ആ നല്ല മനുഷ്യരുണ്ടല്ലോ അവനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ അനുഷ്ഠാനങ്ങളിലൂടെ ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. കൂളായിട്ട് വളരെ കൂളായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. ഇനി ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടായാലും അതുകൊണ്ട് എനിക്ക് ദേഷ്യമേ വരാറില്ല, ഞാൻ ആരോടും ദേഷ്യപ്പെടാറുമില്ല എന്നുള്ളൂ. അപ്പോൾ മൗലവി പറഞ്ഞത് അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ദേഷ്യം വരാത്തവരോ ഇല്ലല്ലോ. ഇന്നിപ്പോൾ എല്ലാ കുടുംബത്തിലും മൊത്തം പ്രശ്നം ഈ ദേഷ്യമാണ്. രാവിലെ 5 വൈകുന്നേരം ആവുന്നത് വരെ കുടുംബത്തിനുള്ളിൽ ദേഷ്യത്തിൻ്റെ പല മേഖലകളാണ് വരിക. ഇസ്ലാം സമൂഹം അതുപോലെ ഇപ്പോൾ നമുക്കറിയാം യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ആഘോഷിക്കുന്ന ഈസ്റ്ററിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ നോയമ്പെടുക്കുന്ന ക്രിസ്ത്യൻ സമുദായം. എന്തിനു വേണ്ടിയാണ് വ്രതാനുഷ്ഠാനങ്ങൾ? തീർച്ചയായിട്ടും ഈ നോയമ്പെടുക്കുന്ന കാലഘട്ടത്തിന് അപ്പുറമുള്ള കാലഘട്ടത്തിലേക്ക് ആത്മീയമായും മാനസികമായും ശക്തി ആർജിച്ച് കരുത്താർജിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് ഓരോ വ്രതാനുഷ്ഠാനങ്ങളും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നമുക്കറിയുന്ന ലോകം ഈ പരിശുദ്ധമായ റംസാൻ നോയമ്പെടുക്കുന്ന വ്രതമെടുക്കുന്ന ഈ സമയത്ത് ലോകം വലിയൊരു ഭീഷണിയിലാണ്. യുദ്ധത്തിൻ്റെ സന്തോഷത്തോടു കൂടി നോയമ്പ് അനുഷ്ഠിക്കാൻ, സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത ഒരു വലിയ ജനവിഭാഗം ഇന്ന് നമ്മുടെ ഈ ലോകത്തുണ്ട്. നമ്മൾക്കറിയാം 90% നമ്മളടക്കമുള്ള ഏത് രാജ്യത്തിലുള്ള 90% പേരും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. 10% പേരുടെ മേധാവിത്വത്തിന് വേണ്ടി, ആയുധ കച്ചവടങ്ങൾക്ക് വേണ്ടി ഇന്ന് ലോകം അശാന്തിയിലേക്ക് പോവുകയാണ്. ഈ വ്രതം അനുഷ്ഠാനം എടുക്കുമ്പോൾ അത് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു നല്ല ലോകത്തിനായി, നല്ലൊരു നാടിനായി, നല്ലൊരു സമൂഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടാകണം ഓരോ മതത്തിൻ്റെയും വ്രതാനുഷ്ഠാനങ്ങൾ. തീർച്ചയായും ഈ വ്രത നോയമ്പെടുക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു നാടിന് വേണ്ടി, നല്ലൊരു ശാന്തിയേകുന്ന ഒരു നാടിന് വേണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ലയൺസ് ക്ലബ് ഓഫ് പാലക്കാട് പാം സിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇഫ്താർ സംഗമം ലയൺസ് ക്ലബ്ബ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KM റഹ്മത്തുള്ള MJF ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ R ബാബു സുരേഷ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ പാലക്കാട് നഗരസഭാ ചെയർമാൻ സ്മിതേഷ്, മരുതറോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ വിനീഷ്, ക്ലബ്ബ് സെക്രട്ടറി ലയൺ N കൃഷ്ണകുമാർ,
ലയൺസ് ഭാരവാഹികളായ ലയൺ അച്യുതൻ, ലയൺ രാജൻ, ലയൺ പ്രദീപ് മേനോൻ, മരുത റോഡ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലയൺ സജിത്ത്, പ്രോഗ്രാം ഡയറക്ടർ ലയൺ സദക്കത്തുള്ള, വൈസ് പ്രസിഡന്റ് ലയൺ PA ബൈജു എന്നിവർ പ്രസംഗിച്ചു. ലൈഫ് സ്കിൽ ട്രെയിനർ AP അബ്ദുൾ നാസർ റംസാൻ സന്ദേശം നൽകി. മരുത റോഡ് ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് നഴ്സായ ശ്രീജയെ സംഗമത്തിൽ ആദരിച്ചു. പവർ ലിഫ്റ്റിംഗിൽ ഇന്റർ കോളേജ് ചാമ്പ്യൻഷിപ്പിൽ സ്റ്റേറ്റ് ലെവലിൽ 2ാം സ്ഥാനം ലഭിച്ച അഭിനവ് വിനേഷിനെയും യോഗത്തിൽ അനുമോദിച്ചു. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സായിരുന്നു ഉണ്ടായിരുന്നത്. പ്രഭാഷണങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ അച്ചടക്കത്തോടെ എല്ലാവരും കേട്ടതായി സംഘാടകർ അറിയിച്ചു. തുടർന്ന് നടന്ന ഇഫ്താർ സംഗമത്തിൽ എല്ലാവരും പങ്കെടുത്തു. മതസൗഹാർദ്ദത്തിന്റെയും സഹോദര്യത്തിന്റെയും ഒരു വേദിയായി ഈ ഇഫ്താർ സംഗമം മാറി. വളരെ സന്തോഷപ്രദമായിരുന്നു സംഗമം. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.